പ്രിയരെ, ആരാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ ശരിയായി നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. സദാസമയം ഭൂമിയെ വലയം ചുറ്റിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് എന്ന സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS. വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ അവർക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ പോകുവാനായി GPS സഹായം പ്രയോജനപ്പെടുത്തുന്നു. നമുക്ക് ചെന്ന് ചേരേണ്ട സ്ഥലത്ത് നാം എത്തും വരെ GPS ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം നമ്മുടെ ആത്മീയ ജീവിതത്തിലും GPS ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ GPS അത്രേ ഗോഡ്സ് പൊസിഷനിങ് സിസ്റ്റം. ഈ GPS നിയന്ത്രിക്കുന്നത് ക്രിസ്തു എന്ന സാറ്റലൈറ്റ് ആണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതയാത്ര ചെന്ന് അവസാനിക്കേണ്ടത് സ്വർഗസ്ഥലത്താണ്. അതത്രേ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ക്രിസ്തുവുമായി നമ്മുടെ ജീവിതയാത്ര ബന്ധിപ്പിക്കുമ്പോൾ വഴി ഇതാകുന്നു എന്ന ഇമ്പസ്വരം കേൾപ്പിച്ചു ഓരോ ദിവസവും ഈ GPS നമ്മെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആദാമും ഹവ്വയും ദൈവത്തോട് ചേർന്നിരുന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ പാപനിമിത്തം ആ ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവമെന്ന് ഏതിനെ ചോദിച്ച ചോദ്യം നീ എവിടെ എന്നതാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും എവിടെ എന്നതായിരുന്നു ചോദ്യം. ഗോഡ്സ് പൊസിഷനിങ് സിസ്റ്റത്തിൽ നിന്നും ഇന്ന് ആരുടെയെങ്കിലും ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ ക്രിസ്തുവുമായുള്ള ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കുക. ദൈവവചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. മോക്ഷത്തിലേക്കുള്ള യാത്രയായിരിക്കട്ടെ നമ്മുടേത്. ജീവന്റെ സമൃദ്ധിയിലുള്ള ആ മനോഹര ദേശം പ്രാപിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. God bless you.